ഒരു മോട്ടോർ സൈക്കിളും കാണുന്നില്ല. സമയം ഒരുപാട് അയക്കണ്. മോനെ ഞാനും പോരട്ടെ അങ്ങാടിക്ക്. ഞാൻ അങ്ങാടിക്കല്ല കാക്ക, ഞാൻ വേറൊരു വഴിക്ക് പോവാണ്. നിങ്ങൾ വേറൊരു വാഹനത്തിൽ വന്നോളൂ. എന്താ ആചാര്യ, ട്രിപ്പ് വല്ലതും പോടാ? ട്രിപ്പൊന്നും പോണ്ട. ഇജ്ജ് അങ്ങാടിക്കാണോ പോണത്? ഞാനും പോരാ. പൈസ ഒന്നും തരൂല. യോർക്ക ആചാരം നിങ്ങൾ ഉണ്ടാക്കണ്? വയസ്സും പ്രായമൊക്കെ ഒരു പാടായില്ലേ? മരിച്ചു പോകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോവോ? ഈ ഏതായാലും അങ്ങാടിക്കല്ല പോണത്. ഇന്നൊന്ന് അങ്ങാടിക്ക് കൊണ്ട് എനിക്കെന്താ നഷ്ടം? ആചാര്യ, നിങ്ങളെപ്പോലൊക്കെ പോലെ 10 ഉറുപ്പ്യ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഉപജീവികൾ കൊണ്ടുപോവാൻ. അത് നിങ്ങൾ മറക്കണ്ട. ഇത് കോടാലി മൂസക്കുട്ടിയാണ് പറയുന്നത്. പറഞ്ഞ സമയത്ത് സാധനം അവിടെ എത്തിയിരിക്കും. ഒന്നും പേടിക്കണ്ടങ്ങള്. എന്താ കാക്ക പ്രശ്നം? എടാ മോനെ, അങ്ങാടിക്കാണെങ്കിൽ ഞാനും പോരാ. കുറെ നേരമായി നമ്മുടെ കാത്തുക്കളൊന്നും ഒരു വണ്ടിയും കിട്ടാനില്ല. കേറി കാക്ക. അന്ന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് ആരാ മോനാ? എന്നെ പറ്റി നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കണ്ട. നിങ്ങൾ അറിയാതിരിക്കാൻ നല്ലത്. എന്നാ ഞാൻ എന്നോടൊന്നും ചോദിക്കണില്ല. എന്റെ പേരെന്താ? എന്റെ പേര് കോടാലി മൂസ. ഉണ്ടാകാതെ ഇരുന്നോ. ഇറക്കണ്ടോടത്ത് ഇറക്കുള്ളൂ നിങ്ങളെ. എന്താ കൈ കാട്ടിച്ചത് വണ്ടി നിർത്താൻ വയ്യ? ഇവർക്കൊക്കെ നിർത്തിപ്പെട്ട് പോണ്. രണ്ടാളെ കൂടി പുതിയാപ്പള പോയി വരികയാണോ? ഒരു ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല. മറന്നതാവൂലേ? ഇതൊക്കെ റോട്ട് വീട് സ്ഥലമൊക്കെ പൊട്ടി ആകെ ചോര വെച്ചിട്ട് അനക്കൊക്കെ ഒരു ഹെൽമെറ്റ് വെച്ചൂടായിരുന്നോ? സാറാ, ഞാൻ അങ്ങാടിക്ക് മീൻ വാങ്ങാൻ പോയതാണ്. ഇവന്റെ വണ്ടി കണ്ടപ്പോ ഞാൻ കജ്ജൊട്ടി പോയപ്പോ കാര്യതാണ്. നിങ്ങൾക്ക് രണ്ടാക്കും മയക്കുറ ഞാൻ മേടിച്ചു തരാം. ഇങ്ങോട്ട് ഇറങ്ങിയ വണ്ടി വന്ന് എനിക്ക് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. തുറന്നടാ. തുറക്കാ മോൻ. ആ സാറ് നമ്മൾ വിചാരിച്ച സാധനം എന്തെങ്കിലുണ്ടല്ലോ. ഓ, നോക്കാലോ. നമ്മള് കൈയാക്കി എന്താണ് സാധനം? സത്യം പറഞ്ഞോ? എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. എന്നോടാണ് ചോദിക്കുന്നത്. എന്താണ് സാധനം? സത്യം പറയണ. ഇന്നൊന്നും ചെയ്യല്ലേ മോനെ. അത് ബ്രൗൺ സൂക്കറാണ്. എനിക്ക് അതിന്റെ ബിസിനസ്സാണ്. വേണം കണ്ടാല് ഓനക്ക് ബിസിനസ് ബ്രൗൺ ഷുഗറിന്റെ പരിപാടിയാണല്ലേ. ഈ കുരുപ്പിന്റെ ഒപ്പാണല്ലോ ഞാൻ ചെയ്തത്. എത്ര കൊല്ലാടാ ഈ പണി തുടങ്ങിയിട്ട്? 2 കൊല്ലായി സാറേ തുടങ്ങിയിട്ട്. ഇനി മേലായി ഞാൻ ചെയ്യും. എന്നത്തോടു കൂടി ഞാൻ ഈ പണി നിർത്താം. എന്തായാലും കാക്ക, നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയൊരു പണിയാണിത്. ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ ഉണ്ടാവുമല്ലോ. ഞാൻ എന്റെ വണ്ടിമ കാരി കൊടുങ്ങിയതാണ്. ഞാൻ അതിൽ നിരപരാധിയാണ്. ജനങ്ങളോടൊന്നും ഇത്ര കാര്യം പറയാൻ
മക്കളെ വരുന്ന വണ്ടിക്ക് നിങ്ങൾ ആരും കജ്ജട്ടി ബാക്കിൽ കയറരുത്. ഇന്റെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവും.